ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സദാക്ഷി കുട്ടിക്ക് കാത് കുത്താൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസമായി ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം നമ്മൾ കാത് കുത്താൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആരെല്ലാന്ന് വെച്ചാൽ ഞാനും അമ്മയും സദാക്ഷി കുട്ടിയും ശരത്തേട്ടനും ശരീച്ചിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ കണ്ണൂരിനുള്ള കൃഷ്ണ ജ്വല്ലറിയിൽ നിന്നാണ് വാവക്ക് കാത് കുത്തിയിട്ടുണ്ടായത്. നോക്കുമ്പോഴേക്ക് അവിടെ റോഡ് പണി നടക്കുന്നതായിരുന്നു തകൃതിയായിട്ട്. സോ നമ്മൾ വണ്ടി കുറച്ച് ദൂരം നിർത്തിയിട്ട് നടന്നിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് കൃഷ്ണ ജ്വല്ലറി. അടിപൊളിയാന്ന് കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒന്ന് കയറി നോക്കാൻ തോന്നും. പക്ഷേങ്കിൽ സ്വർണ്ണത്തിൻ്റെ വിലയാലോചിക്കുമ്പോൾ ആ ഭാഗത്ത് പോകാനും തോന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, അടയിലെ ആൾക്കാർ നല്ല സ്വഭാവമായിരുന്നു നമ്മളോട്. പിന്നെ ഇത്രയും വലിയ ജ്വല്ലറിയിലാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കണ്ടേ, എല്ലാവരോടും നല്ലോണം പെരുമാറണ്ടേ. അപ്പോൾ ഇതെൻ്റെ മാമനാണ്. മാമൻ അവിടുത്തെ തന്നെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മൾ വന്നതറിഞ്ഞിട്ട് മാമൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. രാവിലെ ഒരു ദോശ മാത്രം തിന്നിട്ട് പോയതുകൊണ്ടാണോന്ന് അറിയില്ല, ഈ കോഫി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ ശരത്തേട്ടൻ കുറച്ച് നേരം സദാക്ഷിനെ എടുത്തു. ഇവള് കരയുമെന്നുള്ള കാര്യം എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ഓള് കരയുന്നില്ല, ഞാൻ കരയുമെന്നായിരുന്നു എനിക്ക് സംശയം. ചക്കപ്പോത്ത് പോലെ വളർന്നിട്ട് ആളെ മുമ്പ് നല്ല കരയുമ്പോൾ നാണക്കേടല്ലേ. അറ്റ് ലാസ്റ്റ് കാത് കുത്തേണ്ട സമയമായി. എൻ്റെ പടച്ചോനെ, എനിക്ക് പേടിയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. സദാക്ഷിക്ക് പിന്നെ എന്താ നടക്കുന്നതെന്ന് പോലും തിരിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എൻ്റെ അമ്മ ഒരു വിധത്തിൽ അതങ്ങ് കഴിഞ്ഞു. സദാക്ഷി നല്ല കരച്ചിലായിരുന്നു ആ കുത്തുന്ന സമയത്ത് മാത്രം. അത് കഴിഞ്ഞ പാടന്നെ ആളൊക്കെ ആയിന്. കാതുകുത്തൽ വീഡിയോ ഇവിടെ ഖലാസ് എന്ന് വെച്ചാൽ കഴിഞ്ഞു.